Welcome to Mallu Thriller. Welcome to Real Media Sport. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുൻ്റെ ലോറി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഡ്ജിൽ, അതായത് നമ്മൾ സാധാരണമായിട്ട് ഈ മണ്ണിടിച്ചിലുണ്ടാവുമ്പോൾ അത് മുകളിൽ നിന്നും താഴോട്ട് വന്ന് പതിക്കുകയല്ല ഉണ്ടാകുന്നത്. നേരെ മറിച്ച് അത് ഒരു ഭാഗത്ത് നിന്നും മുകളിൽ നിന്നും ഇങ്ങനെ സ്ലോപ്പായി വന്ന് അതിനങ്ങ് കോരിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ് മണ്ണ് താഴോട്ട് പതിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ലോറിയെ പോലെയുള്ള വല്ല എന്തെങ്കിലും സാമഗ്രികൾ അവിടെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് നീക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിനെ അടിയോടുകൂടെ അങ്ങ് തള്ളി മാറ്റുന്ന രീതിയിലോട്ട് അതിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വന്ന് പതിച്ചാൽ മാത്രമേ മലയുടെ തൊട്ട് താഴെ അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഇത്രയും ദിവസം ആ മണ്ണുകളൊക്കെ അവിടെ നീക്കിയതിൻ്റെ അതിൻ്റെ ഒരു ആവശ്യത്തിലധികം നമുക്ക് നോക്കേണ്ടിയിരുന്നത് ഈ പുഴയുടെ ഭാഗത്തേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോറി ഒരുപക്ഷെ മറിയാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ലോറിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 20 അടിയാണ്. 20 അടി നീളമുള്ള ഒരു ലോറിയാണ്. അതിനപ്പുറത്തേക്ക് അതിൽ ഒരുപാട് ലോഡുണ്ട്. ഇത്രയധികം തടികളുള്ള വെയിറ്റുള്ള ഒരു ലോറിയാണത്. സ്വാഭാവികമായിട്ടും സംഭവിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ ലോറി നേരെ ഈ പുഴയുടെ എഡ്ജിലേക്ക് ആദ്യം പോയി പതിച്ചിരിക്കണം. അതിൻ്റെ മുകളിലോട്ടാണ് ഈ കാണുന്ന മണ്ണുകളൊക്കെ ചെന്ന് വീഴുന്നത്. അതും ചെന്ന് നേരെ വീഴുകയല്ല, നേരത്തെ വീണതിലും ആഘാതം കുറഞ്ഞ രീതിയിലായിരിക്കണം പുഴയിലോട്ട് ഈ മണ്ണുകൾ ചെന്ന് പതിച്ചിട്ടുണ്ടാവുക. കാരണം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മണ്ണ് വളരെ സാവധാനമെന്ന രീതിയിൽ ഈ ലോറിയുടെ മുകളിലോട്ട് നിറയാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ 99% ഈ ലോറി പുഴയുടെ തുടക്കഭാഗം എന്ന് പറയുന്ന ആ ഒരു എഡ്ജ് കാണുന്ന ആ ഒരു എഡ്ജിൽ താഴ്ഭാഗത്ത്, ഏറ്റവും താഴ്ഭാഗത്ത് ഉണ്ടാവാനാണ് ചാൻസ് ഉള്ളത്. കാരണം അവിടെ നിന്നും ഈ ലോറി തെന്നി നീങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയധികം തടികളുള്ള ഈ തടികളെല്ലാം അത് കെട്ടഴിഞ്ഞ് ഇത്രയും വലിയ ആഘാതത്തിൽ അത് മറിയുകയും തിരിയുകയും അതുപോലെ തന്നെ സ്ലിപ്പായിട്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ കെട്ടുകളെല്ലാം പൊട്ടി ആ തടികളെല്ലാം ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാമായിരുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കത് ദൃശ്യമാവേണ്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു ഇൻഫർമേഷനും ഇല്ലാത്ത സ്ഥിതിക്ക് അർജുൻ്റെ ലോറി ഈ ഒരു എഡ്ജിൽ ഏറ്റവും താഴ്ഭാഗത്തുണ്ടാവാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.